മാളികപ്പുറം എന്നുള്ള സിനിമ വലിയ വിജയമായ സമയത്ത് സാറ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ പലരും പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലെ ദൈവ സാന്നിധ്യമാണ്, ഇതിലെ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരുമോ. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് വെസ്റ്റ് ആഫ്രിക്കയിലെ അബിജാൻ എയർപോർട്ടിൽ പെട്ടുപോയ സമയത്ത് എന്നെ രക്ഷിച്ചൊരു ആഫ്രിക്കൻ പോലീസുകാരനുണ്ട് എന്നുള്ളത്. ശരിക്കും എന്തായിരുന്നു ആ സംഭവം? അത് വായിച്ചപ്പോൾ തൊട്ട് എനിക്കത് അറിയാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയെന്ന് പറഞ്ഞാൽ സത്യസന്ധമായി നടന്ന കാര്യമാണ്. അതായത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഐവറി കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാപിറ്റലാണ് അബിജാൻ എന്ന് പറയുന്നത്. ഞാൻ അധികം ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യണം, ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിലും സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐവറി കോസ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസിന് വിസ വേണം. ഓൺ അറൈവൽ വിസ അല്ല, നമ്മൾ വിസ എടുത്തിട്ട് പോകണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ദുബായ് ബേസ്ഡ് ആളാണ്. ദുബായിൽ ഐവറി കോസ്റ്റിന് കൗൺസിലേറ്റ് ഇല്ല, സൗദിയിൽ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് സൗദിയിൽ അയക്കണം. എന്നിട്ട് അതൊക്കെ ഭയങ്കര തലവേദന അടിച്ച പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, ലബനോണികളാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് ഈ പേപ്പർ വിസ ഉണ്ട്, അത് കഴിച്ചിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് കയറുമ്പോഴൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് നമ്മൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യണതുകൊണ്ട് നമുക്കതൊന്നും പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്ത് ഞാൻ അവിടെ ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് പുറത്തോട്ട് വന്ന് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എമിഗ്രേഷൻ്റെ അടുത്ത് നമ്മൾ വിസ അടിക്കണമല്ലോ. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർ എൻ്റെ ഫ്രണ്ട്സ് ലബനോണികൾ പുറത്തിട്ടുണ്ടായിരുന്നു. അവരൊരാൾ ഉള്ളിലോട്ട് വിട്ടിരുന്നു, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ അയാൾ എൻ്റെ പാസ്പോർട്ട് മേടിച്ചുകൊണ്ട് പോയി വിസ അടിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പോയി, ഇവിടുത്തെ പോലെ ഒന്നുമല്ല, അവിടെ നമ്മൾ സൈഡിൽ കൂടി പുറത്തോട്ട് പോയി ലഗേജ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഇയാൾ കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് എനിക്ക് കൊണ്ടുപോയി തന്നു. പക്ഷേ ഞാൻ അതിൽ വിസ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയില്ല. അത് എൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു. ഞാൻ പോയി ഒരു 3-4 ദിവസമൊക്കെ എൻ്റെ ബിസിനസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോരുകയാണ്. ഒരു ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ എയർപോർട്ടിലോട്ട് കയറുന്ന സമയത്ത് ഇവർ ഈ അവിടെ, അതായത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടി അവർ പാസ്പോർട്ടും നമ്മുടെ ടിക്കറ്റും കൂടി നോക്കും. അങ്ങനെ നോക്കിക്കുന്ന സമയത്ത് വിസ അടിച്ച് വെക്കണം നോക്കി അവർ. അപ്പോൾ എനിക്കതിൽ വിസ ഇല്ല. ഫസ്റ്റ് ഇതല്ല പറയണം, ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസിന് മുന്നേ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവർ ഫുള്ള് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ നോക്കിയിട്ട് കാണാത്തതിന്, എനിക്ക് കുറേ വിസ ഉള്ള ഒരാളാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരിടത്തും അതിൽ വിസ ഇല്ല. അപ്പോൾ അങ്ങനെ സംസാരം, അതായത് ഞാൻ അവിടെ ഒരു ഇല്ലീഗലായിട്ട് വന്നാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട്സ് 2 പേരുണ്ടല്ലോ, ഈ ലബനോണികൾ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഒച്ചയിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കയറി സംസാരിക്കുക. എപ്പോഴും ഈ മറ്റൊരൊക്കെ ആഫ്രിക്കൻസ് ആണല്ലോ. അങ്ങനെ ഇവരായിട്ട് ഭയങ്കരമായിട്ട് ഉടക്കായി സംസാരിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ. അപ്പോൾ ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെന്നടുത്ത് എന്നെ അവർ അറസ്റ്റ് ചെയ്യണം. എനിക്കത് ഫ്രഞ്ചിലാണ് സംസാരിക്കുന്നത്, നമുക്ക് കുറച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവനെന്നെ കണ്ണുകൊണ്ട് കാണിച്ച് മാറിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് മാറിക്കഴിഞ്ഞിട്ട് അവിടെ ഈ പാസഞ്ചേഴ്സും അവരുടെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനിരുന്നു പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ 2 പേരും ബലമായിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് അവരെന്നെയാണ് നോക്കണത്. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. എന്താ അറിയാമല്ലോ, ആഫ്രിക്കൻ പ്രത്യേകിച്ച് ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ഇതുമില്ലാത്ത സ്ഥലമാണ്. നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ബോർഡിങ് ഏകദേശം കഴിയാറായി. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ബോർഡ് കൊണ്ടാണ് തൂക്കുകയാണ് ചെയ്യണത്. ഇവിടെയൊക്കെ ഡിജിറ്റൽ ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ബോർഡൊക്കെ എടുത്ത് മാറ്റി. എനിക്കാണെങ്കിൽ പുറത്തോട്ട് പോകാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ട് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ട്. ഞാൻ കണ്ട് പാസ്പോർട്ട് ഇത് വെച്ചിട്ടുണ്ട്. എനിക്ക് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2 ഗേറ്റ് ക്രോസ് ചെയ്യണം. പാസ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും എന്നെ പുറത്തോട്ട് വിടില്ല. ഫ്ലൈറ്റാണ് ഈ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇനി എന്താണ് ചെയ്യണത് എന്ന് വെച്ചാൽ, ഞാൻ പ്രത്യേകിച്ച് ഇവരായിട്ട് ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ദേഷ്യം മുഴുവൻ എൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ നിൽക്കണം. അതായത് ഒരു ഇല്ലീഗലായിട്ട് ഒരാളെയും കൊണ്ട് ഉള്ളിൽ വന്നിട്ട് കയറ്റി വിടാൻ പോയി. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഞാനങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നമുക്ക് ആരും വിളിക്കാനായിട്ടില്ല. ഫോണാണെന്നുണ്ടെങ്കിൽ റോമിംഗ് ഇല്ലാത്ത ഫോൺ. ആ കാലഘട്ടത്തിൽ റോമിംഗ് ഒന്നും ഇതേപോലെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ആ സമയത്ത് ഒരു പോലീസുകാരൻ നടന്നവരെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഇയാൾ വന്നാണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ പതുങ്ങിയ ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ നമ്മളെ കാണണമെന്ന് വിചാരിച്ചപ്പോൾ ഇയാൾ നേരെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഫ്രഞ്ചിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രഞ്ച് അറിയില്ലെന്ന് പറയുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ല. ഞാൻ പറഞ്ഞു ഇതാണ് കാര്യമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, നീ എന്തിനാണ് വിസ ഇല്ലാതെ എങ്ങനെ വന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വിസ ഇല്ലാതല്ല വന്നത്, ഇവിടെ എയർപോർട്ടിലാണ്. പക്ഷേ ആ പഴയ ബോർഡിംഗ് പാസ്സൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇതായിരുന്നു കാര്യം. പക്ഷേ ആദ്യം ഞങ്ങൾ ആ ഇറക്കിയ ആളുണ്ടല്ലോ, അയാൾ വിളിച്ചിരുന്നു. പക്ഷേ അയാൾ ബുർക്കിന ഫാസോ എന്ന് പറഞ്ഞാൽ അടുത്ത രാജ്യത്തോട്ട് എന്തോ കാര്യത്തിന് വേണ്ടി പോയേക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ചോദിച്ച് വേർ ഇസ് യുവർ പാസ്പോർട്ട് എന്ന് ചോദിച്ചു ഇയാൾ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകണ ആൾ കൊണ്ടുപോകണതൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഒരു റൂമിലോട്ട് ഈ പാസ്പോർട്ടായിട്ട് ഒരാൾ കയറി. അയാൾ തിരിച്ചു വന്നപ്പോൾ അയാളുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല. അതുകൊണ്ട് ആ ഇഷ്ടംപോലെ ചെറിയൊരു റൂമുകളുണ്ട് ഇമിഗ്രേഷൻ്റെ പല ഇതിൻ്റെയൊക്കെ ആയിട്ട്, ഈ എയർലൈൻ ഓഫീസൊക്കെ. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയാം അവിടെ ഈ പാസ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു അവിടെ അതിൽ അറിയൂ ഷുവർ? ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പാസ്പോർട്ട് ഉണ്ട്, ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി തിരിച്ചു വരികയാണ്. ഇതൊക്കെ പെട്ടെന്ന് നടക്കുകയാണ്. അയാൾ വന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കി. അപ്പോൾ അയാളുടെ കയ്യിലെന്തോ ഒരു സാധനമുണ്ട്. ഇത് അകലെയാണ് ഈ പറയുന്ന സാധനം. വന്നു കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് പാസ്പോർട്ട് തന്നു. ഓക്കെ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞ്
ഓൾറെഡി അവിടെ ഇത് കഴിഞ്ഞ് അടുത്ത എയർലൈൻസിൻ്റെ ബോർഡ്. പക്ഷേ ആ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ പേപ്പർ ഇതൊക്കെ എടുത്തിട്ട് പോകണുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ എന്തായാലും ഇയാൾ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ അവൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു നോ പ്രോബ്ലം യു ക്യാൻ ഗോ ദെയർ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ചെക്കിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ലഗേജ് ഇല്ല, ഈ ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ, ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ എനിക്ക് ഇതിൻ്റെ എമിറേറ്റ്സിൻ്റെ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കയറ്റി വിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് മുകളിൽ ചെന്ന്. അപ്പോൾ ഈ എമിഗ്രേഷൻ ക്രോസ് ചെയ്യണം, ഒറിജിനൽ എമിഗ്രേഷൻ ക്രോസ് ചെയ്യണമല്ലോ, അവിടെയാണ് ഈ ശരിക്കും വിസ നോക്കണത്. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ കുഴപ്പമില്ല, നീ പോയിക്കോ, പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ മുകളിലോട്ട് എസ്കലേറ്റർ കയറി പോകണേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ പോലീസുകാരൻ അവിടെ ഉണ്ടാവും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരാരുമില്ല. ഈ ബോർഡിങ്ങൊക്കെ ഏകദേശം ഈ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പാസഞ്ചറെല്ലാം ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോം വല്ലത് ഫില്ല് ചെയ്യണം. ഇവിടെ ഒന്നും ഇപ്പോൾ ആ ഫോമില്ല. അപ്പോൾ ഞാനത് ഫോം അടിച്ച് കഴിഞ്ഞിട്ട് ഇനി പോലീസുകാരനെ അങ്ങനെ തിരിച്ച് വരികയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കേണ്ടത് അറിയാം. അപ്പോൾ ഇവർ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ വിളിച്ച് ഈ എമിഗ്രേഷനിൽ ഇരിക്കുന്ന ആൾക്ക്. അവർ ചേട്ടാ എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ ഫ്രഞ്ചിലാണ് ചോദിച്ചത്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ അടുത്ത് ഈ കംപ്ലീറ്റ് ആവാത്ത സാധനം മേടിച്ചിട്ട് താഴെ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ നേരെ സീലടിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിട്ടു. ഞാൻ അങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഇരിക്കണം, ബോർഡിങ് തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്യൂലുണ്ടായിരുന്ന ഒരു പോലീസുകാരുണ്ട്, ഒരു തടിയുള്ളൂ. അവർ വന്നു കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ പാസ്പോർട്ട് മേടിച്ചിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി വീണ്ടും വരും. ഞാൻ നേരെ ടോയ്ലറ്റിൽ പോയിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഈ ബോർഡിങ് അനൗൺസ്മെൻറ്റ് തന്നെ എനിക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ഒരു ലേഡി ഇതായതുകൊണ്ട് മെയിലിൻ്റെ ഇതിൽ വരുമില്ലെന്നറിയാലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ ബോർഡിങ്ങിൻ്റെ അനൗൺസ് ചെയ്യണം. ഓടി വന്നു കഴിഞ്ഞിട്ട് നേരെ ഫ്ലൈറ്റിൽ കയറി രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്കിപ്പോഴും അത്ഭുതമാണ്, ആരാണ് ആ പോലീസ്? അതാണ് ഞാൻ അതിലൊരു ഉദാഹരണം പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈഫ് തന്നെ പോകും. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ക്ലാസ്സിൽ കൂടി കാണുന്നുണ്ട് ഈ ലെബനോണികൾ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ആരായിരുന്നു ആ പോലീസ്, നിൻ്റെ ഫ്രണ്ടാണത്? ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെയാണ് ഫ്രണ്ട്, നീ എന്തെങ്കിലും ഇത് കൊടുത്താൽ? ഞാൻ പറഞ്ഞു ഞാനൊന്നും കൊടുത്തില്ല അവരുടെ അടുത്ത്. ശരിക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ആവണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ലൈഫിൽ ഒരു ഭയങ്കര ഒരു എസ്കേപ്പ് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണത്. ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നു ഇനി എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു എന്തോ സംഭവിച്ച് ഒരു സത്യമായ കാര്യമാണ്. അപ്പൊ ഈ മാളികപ്പുറത്തിൽ ഇങ്ങനെ ആളുകൾ പറയുമല്ലോ അങ്ങനെ മനുഷ്യനെ ദൈവമായി കാണുന്നതില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു റിയൽ ഇൻസിഡന്റ് ആയിരിക്കില്ല, ആ ഒരു കണക്ഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ 100%. എന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ ലൈഫ് തന്നെ വിട്ടു പോണ ഒരു സംഗതി ആയിരിക്കാം. അതെ, നമ്മളവിടെ ജോലിയിൽ പോയി, പ്രത്യേകിച്ച് അവിടെ ഈ പല രാജ്യങ്ങൾ ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുള്ളതാണ്. തൊട്ട് തന്നെ ഗാനയുണ്ട്, ബുർക്കിന ഫാസോ ഉണ്ട്, നൈജർ ഉണ്ട്, ബെനീൻ റിപ്പബ്ലിക്, ഇങ്ങനെ കുഞ്ഞു രാജ്യങ്ങൾ കിടക്കും. ഒരു സൈഡിൽ നൈജീരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാം ക്രിമിനൽസ് അവിടെ വരിക, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കൂടി കിടക്കുന്ന ഒരു ജയിലാണ് അവിടെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജയിലിനകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ലൈഫ് തന്നെ വേറെയാണ്. പ്രത്യേകിച്ച് ഈ എയ്ഡ്സ്, പിന്നെ മെനഞ്ചൈറ്റീസ്, TB ഇങ്ങനെ അസുഖങ്ങളെല്ലാമായിട്ട് കിടക്കുന്ന ഒരു ഇതാണ്. ഞാൻ അവിടെ ഒരു ജയിലിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരു ജയിൽ മീൻസ് ഞാനിവിടെ കുറച്ച് അങ്ങനെ ഞാൻ കയറി. അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ജയിലിൻ്റെ അകത്തൊരു ജീവിതം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം എൻ്റെ പെട്ടെന്ന് ഞാൻ ആലോചിക്കണം ദൈവം ഞാൻ ഇതിൻ്റെ അകത്തോട്ടായിരിക്കുമല്ലോ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്.